Good morning everyone. Next topic protein binding. ഇപ്പോൾ യൂണിറ്റ് 4 എന്ന് പറയുന്നത് കോംപ്ലക്സേഷൻ ആൻഡ് പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സേഷൻ നമ്മൾ പഠിച്ചു. ഇനി പ്രോട്ടീൻ ബൈൻഡിങ് ആണ് പറയാവുന്നത്. അപ്പോൾ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോംപ്ലക്സേഷൻ ആണ്. പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് ഡ്രഗും പ്രോട്ടീനും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ്. ഓക്കെ, അതാണ് പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ബൈൻഡിങ് എന്താണെന്ന് നോക്കാം. പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോംപ്ലക്സേഷൻ ആണ്. പ്രോട്ടീനും ഡ്രഗും, അതായത് ആൽബുമിൻ ഗ്ലോബുലിൻ പോലെയുള്ള പ്രോട്ടീൻസും ഡ്രഗും തമ്മിലുള്ള കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോംപ്ലക്സ് ആണ്. ദെൻ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഡ്രഗ്സ് മെറ്റബോളൈസ് ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും വളരെ കുറവായിരിക്കും. ഡ്രഗ്സ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ മെറ്റബോളിക് റേറ്റും എക്സ്ക്രീഷൻ റേറ്റും ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രോട്ടീനായിട്ട് ഡ്രഗ് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് റിസെപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യാനുള്ള ഡ്രഗിന്റെ അളവ് കുറയും. ഓക്കെ, നമുക്കൊരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ്സ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാനുള്ള ഡ്രഗ്സിന്റെ അളവ് കുറവാകും. അങ്ങനെ റിസപ്റ്ററിൽ ഡ്രഗ്സ് ബൈൻഡ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാർമക്കോളജിക്കൽ ആക്ഷനും കുറയും. ഓക്കെ, ഇനി പ്രോട്ടീനും ഡ്രഗും തമ്മിൽ റിവേഴ്സിബിളോ ഇറവേഴ്സിബിളോ ആയിട്ടുള്ള ബോണ്ടിങ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ നോക്കാം. എന്തിനാണ് ഈ പ്രോട്ടീൻസും ഡ്രഗും കൂടി ബൈൻഡ് ചെയ്ത ഒരു കോംപ്ലക്സ് ഫോം ചെയ്താൽ അതുകൊണ്ടുള്ള അപ്ലിക്കേഷൻ, അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് നോക്കാം. അപ്ലിക്കേഷൻ എന്താണ്? പ്രോട്ടീൻ ഡ്രഗും നമ്മൾ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള യൂസ്. ഒന്ന്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഡ്രഗ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യണ കാരണം അവിടെ ടിഷ്യൂവിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ കുറയും. അങ്ങനെ ടിഷ്യൂവിലേക്കുള്ള ഡ്രഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്താ? നമ്മൾ ഡ്രഗുകള് ബ്ലഡ് ബ്രെയിൻ ബാരിയറും പ്ലാസിന്റെ ബാരിയറും ഒന്നും ക്രോസ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഡ്രഗുകളും BBBയും പ്ലാസിന്റെ ബാരിയറും ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്ട് കൂടുതലായിരിക്കും. അപ്പൊ എല്ലാ ഡ്രഗും നമുക്ക് ക്രോസ് ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഡ്രഗുകള് BBBയും പ്ലാസിന്റെ ബാരിയറും ക്രോസ് ചെയ്യാതെ തടയാൻ പറ്റും ഈ ഡ്രഗിനെ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ. then അടുത്തത് മെറ്റാബോളിസം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗിനെ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡ്രഗിനെ മെറ്റബോളിസം ചെയ്യാൻ, മെറ്റബോളൈറ്റ് ആക്കാൻ കൂടുതൽ സമയം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കുറവായിരിക്കും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും? അതിന്റെ ബയോളജിക്കൽ ഹാഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എക്സ്ക്രീഷൻ ഒരു ഡ്രഗ് മെറ്റബോളൈറ്റ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിനിൽ കൂടെ ഫീക്കസിലൂടെ പോകണം. അപ്പൊ അത് പോവാതിരുന്നു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ റേറ്റും കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യണതുകൊണ്ട് എക്സ്ക്രീഷൻ റേറ്റ് കുറയുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എക്സ്ക്രീഷൻ റേറ്റ് കുറയുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ആ ഡ്രഗ് ബ്ലഡിൽ കൂടുതൽ നേരം നിൽക്കും, അതായത് അതിന്റെ ബയോളജിക്കൽ ഹാഫ് ലൈഫ് കൂടുമെന്നുള്ളതാണ്. ദെൻ അടുത്തത് ഡ്രഗ് ആക്ഷൻ. ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. എന്താണ് ഡ്രഗ് ആക്ഷൻ കൊണ്ട് ഡ്രഗ് ആക്ഷൻ കുറഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡ്രഗ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താലാണ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഡ്രഗ്സ് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഡ്രഗിന്റെ അളവ് കുറയും. അപ്പൊ ഫാർമക്കോളജിക്കൽ ആക്ഷനും കുറയും. പക്ഷെ ഇങ്ങനെ ഡ്രഗിന്റെ ആക്ഷൻ കുറയ്ക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ടാസ്ക്. അടുത്ത ഫിഫ്ത് വൺ, സസ്റ്റൈൻ റിലീസ്. സസ്റ്റൈൻ റിലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സാവകാശം ഡ്രഗ് റിലീസ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ സസ്റ്റൈൻ റിലീസ് ടാബ്ലറ്റുകളൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് ഒരു ഡ്രഗ് 2 നേരം 3 നേരം ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സസ്റ്റൈൻ റിലീസ് ടാബ്ലറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഒരു നേരം കഴിച്ചാൽ മതി. അതായത് ആ ഡ്രഗ് കുറച്ചേ എന്താ പറയുള്ളൂ, കുറച്ചേ മാത്രമാണ് റിലീസ് ആവുള്ളൂ. അപ്പൊ സസ്റ്റൈൻ റിലീസ് കൊണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോസ് കുറയ്ക്കാം. അതായത് എടുക്കുന്ന ഡ്രഗിന്റെ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് സസ്റ്റൈൻ റിലീസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സസ്റ്റൈൻ റിലീസ് കൊടുക്കാൻ സാധിക്കും. ഏത് പ്രോട്ടീൻ ഡ്രഗ് ബൈൻഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റൈൻ റിലീസ് ചെയ്യാൻ പറ്റും. അതെന്താ കാരണം? ഇപ്പോ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാനുള്ള ഡ്രഗിന്റെ അളവ് കുറയും. പ്രോട്ടീനായിട്ടാണ് കൂടുതലും ഡ്രഗ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഇന്റർവെല്ലിലും അത് കുറച്ച് മാത്രമാണ് ഡ്രഗിനെ റിലീസ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് സസ്റ്റൈൻ റിലീസിൽ വരുന്നത്. തന്നെ അടുത്ത കാരിയർ സിസ്റ്റം. കാരിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് ആണ് ഡ്രഗിനെ അതിന്റെ സൈറ്റിലേക്ക് കാരിയർ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രോട്ടീൻ ഡ്രഗ് ബൈൻഡിങ് എന്ന് പറയുന്നത് ഒരു കാരിയർ സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഡയഗ്നോസിസിന് എക്സാമ്പിൾ പറയുന്നത് അയഡിന്റെ കാര്യമാണ്. റേഡിയോ ലാബിൾഡ് അയഡിൻ 131. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ട് റേഡിയോ ലാബിൾ I31ന്റെ യൂസ്. I31 മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഡയഗ്നോസിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ ഈ I31 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഡ്രഗ് കോംപ്ലക്സ് ആണ്. റേഡിയോ ലാബിൾഡ് I31 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഡ്രഗ് കോംപ്ലക്സ് ആണ്. അപ്പൊ അതിന്റെ യൂസ് ആണ്. ഇപ്പൊ പ്രോട്ടീൻ ഡ്രഗ് കോംപ്ലക്സിന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കും. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കുന്നതുകൊണ്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയറും പ്ലാസന്റ ബാരിയറും ക്ലോസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. അതുവഴി നമുക്ക് സൈഡ് എഫക്ട് കുറയ്ക്കാം. then അടുത്തത് മെറ്റബോളിസം. ഡ്രഗ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ മെറ്റബോളിസം കുറയുന്നതുകൊണ്ട് നമുക്ക് ബയോളജിക്കൽ ഹാഫ് ലൈഫ് കൂട്ടാൻ പറ്റും. then എക്സ്ക്രീഷൻ അത് കുറയുന്നത് കാരണം പ്രോട്ടീനും ഡ്രഗും കൂടി ബൈൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അതിന്റെ എക്സ്ക്രീഷൻ കുറയും. ആ എക്സ്ക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബയോളജിക്കൽ ഹാഫ് ലൈഫ് കൂട്ടാൻ പറ്റും. then അടുത്തത് ഡ്രഗ് ആക്ഷൻ. ഓക്കെ, then സസ്റ്റൈൻ റിലീസ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് ഡ്രഗ് എന്താ പറയാ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഓരോ ഇന്റർവെല്ലിനനുസരിച്ചിട്ടാണ് ഡ്രഗ് റിലീസ് ആവുള്ളൂ. ഇപ്പൊ സസ്റ്റൈൻ റിലീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. then കാരിയർ സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കാം, ഡയഗ്നോസിസിൽ ഉപയോഗിക്കാം. ഇത്രയാണ് അപ്ലിക്കേഷൻ. കൈനറ്റിക്സ് ഓഫ് പ്രോട്ടീൻ ബൈൻഡിങ്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ കൈനറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ കോംപ്ലക്സേഷൻ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിന്റെ ഒരു ഫോർമുല നമ്മൾ കോംപ്ലക്സേഷനിൽ പറഞ്ഞിരുന്നു. K is equal to complex divided by concentration of complex divided by concentration of unbound ligand and concentration of unbound metals. ഓക്കെ, അതായിരുന്നു ഇക്വേഷൻ. അതേപോലെ തന്നെ പ്രോട്ടീൻ ബൈൻഡിങ്ങിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് is equal to concentration of protein drug complex PD divided by concentration of P, അതായത് അൺബൗണ്ട് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറയുന്നത് അൺബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ്. ഇക്വിലിബ്രിയം സ്റ്റെബിലിറ്റി ഈസ് ഈക്വൽ ടു PD by PDF. ഓക്കെ, അപ്പൊ അതന്നെ ഇക്വിലിബ്രിയം സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കിട്ടി. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടീനും ഡ്രഗും തമ്മിലുള്ള കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോട്ടീനും ഡ്രഗ് തമ്മിലുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് PD. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ PD എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നിന്ന് PD കണ്ടുപിടിക്കുക. PD എന്തായിരിക്കും? PD is equal to K into PDF. K into PDF. ഓക്കെ, then ഇതിൽ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ Pനെ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ ആദ്യം. Pനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് കോംപ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ P കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീനെ എന്ത് ഡിനോട്ട് ചെയ്യാം? PT എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ PT ആണെന്നുണ്ടെങ്കിൽ then ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ ഡ്രഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് PD അല്ലേ? ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് PTയും ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീനും ഡ്രഗും ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തതിന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? PD അല്ലേ? അപ്പൊ ഇത് രണ്ടും അറിയാമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് P is equal to കോൺസെൻട്രേഷൻ ഓഫ് PT minus PD. ഓക്കെ, അപ്പൊ നമുക്ക് P യുടെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എന്താ കിട്ടുക? കോൺസെൻട്രേഷൻ ഓഫ് PD is equal to KPT minus PD into DF. ഇനി ഇത് നമ്മളൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് DFനെ ഈ ബ്രാക്കറ്റ് കളയാൻ വേണ്ടി DFനെ മൾട്ടിപ്ലൈ ചെയ്തു. PD is equal to KDF PT minus KDF PD. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ എന്തായിരിക്കും? PD പ്ലസ് KDF PD is equal to KDF PT. ഓക്കെ, then നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് കോംപ്ലക്സ് അല്ലെ? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? PD ഇതില് കോമൺ ആയിട്ട് എന്തുണ്ട്? ഈ ഇക്വേഷനിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? PD ഉണ്ട്. അപ്പൊ PD നെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? PD is equal to PD into 1 plus KDF is equal to KDF PT.
ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് PD ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് പ്രോട്ടീൻ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ PD നെ അവിടെ നിർത്തി. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? PD is equal to KDF PT divided by 1 plus KDF. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ PT നെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു, PT നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? PD by PT is equal to KDF by 1 KDF. ഓക്കെ, ഇനി ഈ PD by PT നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R ആണെന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാന്ന് വെക്കാം. PD by PT നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R വെച്ചാണെന്നുണ്ടെങ്കിൽ R ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? R is equal to KDF into by 1 plus KDF. Then ഇനി നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ്, ഒരു പ്രോട്ടീനിലെ ബൈൻഡിങ് സൈറ്റ് നമുക്ക് അറിയില്ല, അത് N എന്ന് ഡിനോട്ട് ചെയ്യുക. പ്രോട്ടീനിലെ ബൈൻഡിങ് സൈറ്റ് ടോട്ടൽ നമ്പർ നമ്മൾ N എന്ന് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ R is equal to N into KDF by 1 plus KD. Okay, R is equal to NKD divided by 1 plus KD അല്ലെങ്കിൽ NKDF divided by 1 plus KDF. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോട്ടീൻ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇക്വേഷനെ നമ്മൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യും. ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാണ്. 4 തരത്തിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഇക്വേഷൻ വെച്ചിട്ട് 4 തരത്തിലുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റും ഈ Kയും കണ്ടുപിടിക്കാൻ പറ്റും. ആ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് N ഉം Kയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷന് 4 തരത്തില് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. 4 തരത്തിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അതേതാന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വേഷന് നമ്മൾ 4 തരത്തില് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. 4 തരം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് പ്ലോട്ട്, സ്കാറ്റേർഡ് പ്ലോട്ട്, ക്ലോസ്ഡ് പ്ലോട്ട് ആൻഡ് ഹിറ്റ്കോക്ക് പ്ലോട്ട്സ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണുള്ളതെന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഗ്രാഫ് വരയ്ക്കണേന്ന് പറഞ്ഞു. ഇതിൽ ഡയറക്റ്റ് പ്ലോട്ടിൽ മാത്രമാണ് ഈ ഇക്വേഷൻ നേരിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫ് വരയ്ക്കുന്നത്. ബാക്കി 3 എണ്ണത്തിൽ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ലീനിയർ ഫോമിലേക്ക് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ഫോമിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും ആ ഇക്വേഷൻ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോ ആ ഇക്വേഷൻ മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ആണ് ആ ഗ്രാഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഗ്രാഫിൽ നിന്ന് Kയും N ഉം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ R എന്ന് പറഞ്ഞ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന ഒരു ഫോമിലേക്ക് മാറ്റും. ആ ഫോമിലത്തെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ Kയും N ഉം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഗ്രാഫിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാന്ന് നോക്കണം, അതിന്റെ എക്സ് ആക്സിസ് ഏതാന്ന് നോക്കണം, വൈ ആക്സിസ് ഏതാന്ന് നോക്കണം, പിന്നെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഡയറക്റ്റ് പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ R is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്, അൺബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ്, ഫ്രീ ആയിട്ടുള്ള ഡ്രഗ്, അതാണ് എക്സ് ആക്സിസിൽ വരുന്നത്. വൈ ആക്സിസിൽ വരുന്നത് R എന്ന് പറയുന്നത് PD by PT ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും പറഞ്ഞു. പിന്നെ ഡയറക്റ്റ് പ്ലോട്ടിൽ നമ്മൾ ഒരു അസോസിയേഷൻ, ഇതിൽ ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിലൊരു കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. ഓക്കെ, ആ കോൺസ്റ്റന്റ് ആവുന്നതിന്റെ ആ പോയിന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? N എന്ന് പറയുന്നത്. ഡയറക്റ്റ് പ്ലോട്ടിൽ നിന്ന് നമ്മൾ N ഉം Kയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഡയറക്റ്റ് പ്ലോട്ടിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മുടെ സെയിം ആണ്. R is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. R is equal to NKD divided by 1 plus KD എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ D വരയ്ക്കണം, വൈ ആക്സിസിൽ R വരയ്ക്കണം. ദെൻ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ ഒരു കോൺസെൻട്രേഷൻ എത്തുമ്പോൾ, ഡ്രഗിന്റെ ഒരു കോൺസെൻട്രേഷൻ എത്തുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയി മാറുന്നുണ്ട്, പ്ലേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, കോൺസ്റ്റന്റ് ആവുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്, ഈ പോയിന്റ് വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? N എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ്, N എന്ന് പറയുന്നത്. ദെൻ നമുക്ക് K കിട്ടണം.
അപ്പൊ അസോസിയേഷൻ കോൺസ്റ്റന്റ് k കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? k എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് n കിട്ടി. ഈ n-ന്റെ പകുതി എടുക്കുക. n-ന്റെ പകുതി എടുത്തു കഴിഞ്ഞിട്ട് പകുതി n-ന്റെ പകുതിയിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ട് സ്ലോപ്പിലേക്ക് വരയ്ക്കും. നേരെ സ്ലോപ്പിലേക്ക് വരച്ചു. സ്ലോപ്പിൽ നിന്ന് പിന്നെ നേരെ എക്സ് ആക്സിലേക്ക് അതിനൊന്ന് വരയ്ക്കുക. എക്സ് ആക്സിലേക്ക് നീട്ടി വരയ്ക്കുക. അപ്പൊ എക്സ് ആക്സിലെ ഏത് പോയിന്റിലാണോ അത് മുട്ടുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? concentration of drug to saturate the half of the total binding site. Total binding site നമുക്ക് കിട്ടി, n എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ n-ൽ നിന്നിന്റെ പകുതി എന്ന് പറയുന്നത് n/2, അതായത് half binding site. ഈ half binding site-നെ നമ്മൾ സ്ലോപ്പിലേക്ക് വരച്ചു. then അതിൽ നിന്ന് നമ്മൾ x axis-ലേക്ക് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ half protein binding site-നെ saturate ആക്കാനുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഹാഫ് പ്രോട്ടീൻ ബൈൻഡിങ് സൈറ്റിനെ സാച്ചുറേറ്റ് ആക്കാനുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ദെൻ അടുത്തത് സ്കാറ്റർഡ് പ്ലോട്ട്. സ്കാറ്റർഡ് പ്ലോട്ട് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് പ്ലോട്ടിൽ മാത്രമാണ് R=NKD എന്ന് പറഞ്ഞുള്ള ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. ഡയറക്റ്റ് പ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ ഒന്ന് ലീനിയർ ഫോമിലേക്ക് മാറ്റും. അങ്ങനെ ലീനിയർ ഫോമിലേക്ക് മാറ്റി കിട്ടുന്ന അവസാന ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അസോസിയേഷൻ കോൺസ്റ്റന്റും n-ഉം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ നമ്മൾ എഴുതണം. ദെൻ ലാസ്റ്റിലെ പിന്നെ എഴുതേണ്ടത് y ആക്സിസ് എന്ന് പറയുന്നത് r/d ആണ് കേട്ടോ. r/d, x ആക്സിസ് എന്ന് പറയുന്നത് r, ഇവിടുത്തെ r/d x ആക്സിസ് എന്ന് പറയുന്നത് r. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് is equal to the minus k. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് is equal to -k. സ്ലോപ്പിൽ നിന്നാണ് നമുക്ക് -k കിട്ടും. ഓക്കെ, ദെൻ ഈ സ്ലോപ്പിനെ നമ്മൾ x ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ്, സ്ലോപ്പ് x ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ് ആണ് n എന്ന് പറയുന്നത്. സ്ലോപ്പ് x ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ് n-ഉം y ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ് nk-യും. സ്ലോപ്പ് എന്ന് പറയുന്നത് -k, ആ സ്ലോപ്പ് x ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ് അതാണ് n എന്ന് പറയുന്നത്. y ആക്സിസിലേക്ക് മുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് nk. അപ്പൊ ഇത്രയാണ് സ്കാറ്റർഡ് പ്ലോട്ടിൽ പറയാനുള്ളത്. സ്കാറ്റർഡ് പ്ലോട്ടിൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ലാസ്റ്റത്തെ r/d = nk - rk ആണ്. x ആക്സിസ് എന്ന് പറയുന്നത് r-ഉം y ആക്സിസ് എന്ന് പറയുന്നത് r/d-യും ആണ്. അതിലൊരു സ്ലോപ്പ് വരയ്ക്കും. ആ സ്ലോപ്പ് x ആക്സിസിലേക്ക് മുട്ടുന്ന ഭാഗം n-ഉം y ആക്സിസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ nk-യും ആണ് കിട്ടുന്നത്. ഇതാണ് സ്കാറ്റർഡ് പ്ലോട്ടിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ക്ലോട്ട്സ് പ്ലോട്ട്. ക്ലോട്ട്സ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ r = nkd / 1 + kd എന്ന് പറയുന്ന ഇക്വേഷനെ റെസിപ്രോക്കേറ്റിംഗ് ചെയ്യാണ്. അങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് ചെയ്ത ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ക്ലോട്ട്സ് പ്ലോട്ടിൽ നമ്മൾ k-യും n-ഉം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലോട്ട്സ് പ്ലോട്ടിൽ ഈ ഇക്വേഷൻ എഴുതണം. ഓക്കെ, ഇനി x ആക്സിസിൽ ഏതാ വേണ്ടേ? 1/d ആണ് x ആക്സിസ്. ദെൻ y ആക്സിസ് എന്ന് പറയുന്നത് 1/r. ഓക്കെ, തൊട്ട് മുന്നത്തെ ഗ്രാഫിലായിരുന്നെങ്കിൽ x ആക്സിസ് എന്ന് പറയുന്നത് സ്മോൾ r-ഉം y ആക്സിസ് എന്ന് പറയുന്നത് r/d-യും ആയിരുന്നു. ക്ലോട്ട്സ് പ്ലോട്ടിലാണെന്നുണ്ടെങ്കിൽ x ആക്സിസ് 1/d-യും ഇതിലെ y ആക്സിസ് എന്ന് പറയുന്നത് 1/r. അപ്പൊ ഒരു സ്ലോപ്പ് വരച്ചു. സ്ലോപ്പ് is equal to 1/nk. സ്ലോപ്പ് is equal to 1/nk. തൊട്ടടുത്ത ഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരുന്ന സ്ലോപ്പ് is equal to -k. ഓക്കെ, ദെൻ ഈ സ്ലോപ്പിനെ y ആക്സിസിലേക്ക് മാത്രമാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സ്ലോപ്പ് y ആക്സിസിലേക്ക് മാത്രമാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ലോപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എങ്ങനത്തെ സ്ലോപ്പ് ആണെന്ന് ശ്രദ്ധിക്കണം. y ആക്സിസിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 1/n എന്ന് പറയുന്നത്. ക്ലോട്ട്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസിപ്രോക്കേറ്റിംഗ് ഇക്വേഷൻ ആണ്. അപ്പൊ റെസിപ്രോക്കേറ്റിംഗ് ഇക്വേഷൻ വെച്ചിട്ടാണ് ക്ലോട്ട്സ് പ്ലോട്ട് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ x ആക്സിസ് എന്ന് പറയുന്നത് 1/d-യും y ആക്സിസ് എന്ന് പറയുന്നത് r-ഉം. അതായത് ഡയറക്റ്റ് പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ r-ഉം d-യും, ക്ലോട്ട്സ് പ്ലോട്ട് ആണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് 1/r-ഉം 1/d-യും. ദെൻ സ്ലോപ്പ് എന്ന് പറയുന്നത് y ആക്സിസിൽ മാത്രം ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് is equal to 1/nk. ദെൻ y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 1/n. ഓക്കെ, ഇത്രയാണ് ക്ലോട്ട്സ് പ്ലോട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തത് ഹിറ്റ്കോക്ക് പ്ലോട്ട്. ഓക്കെ, ഇതില് നമ്മുടെ ഇക്വേഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇക്വേഷനെ nk വെച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യാണ്. നമ്മൾ സാധാരണയുള്ള ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ nk വെച്ചിട്ട്
നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നത് ഇതാണ്. ഹിറ്റ്കോക്ക് പ്ലോട്ടിലെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്ലോട്ട് വരയ്ക്കാൻ പോവാണ്. പ്ലോട്ട് വരയ്ക്കുന്നത് y ആക്സിസ് ഡി ബൈ ആർ, എക്സ് ആക്സിസ് ഡി. ഓക്കെ, ദെൻ ഇത് നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ ഗ്രാഫിന്റെ പോലെ തന്നെയാണ്. y ആക്സിസിൽ മാത്രമാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞത് 1/n ആണ്. മറ്റേ തൊട്ടടുത്ത ഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ഇതിലെ y ആക്സിസ് ആയിരുന്നു 1/n എന്ന് പറയുന്നത്. y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു 1/n എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ സ്ലോപ്പ് ആണ് 1/n. y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 1/nk ആണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം. 1/nk. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയാണ് 4 തരത്തിലുള്ള ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ കൈനറ്റിക്സ്. അടുത്തത് ഇനി മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് അൺബൗണ്ടഡ് ഡ്രഗ് കോൺസെൻട്രേഷൻ, അതായത് ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ എക്സ്റ്റെന്റ് ഓഫ് പ്രോട്ടീൻ ബൈൻഡിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡാണ്, ഇക്വിലിബ്രിയം ഡയാലിസിസ് മെത്തേഡും ഡൈനാമിക് ഡയാലിസിസ് മെത്തേഡും. ഇക്വിലിബ്രിയം ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഇത് അപ്പാരറ്റസ്. ഇതിൽ രണ്ട് വെസൽസ് ഉണ്ട്. ഒന്ന് ബാഗ്, ഈ ബാഗിന്റെ ഉള്ളിൽ കാണുന്നത് പ്രോട്ടീൻസ് ആണ്. അതിന്റെ ഔട്ട് സൈഡിൽ കാണുന്നത് ഡ്രഗും ആണ്. ഓക്കെ, അപ്പൊ വിസ്കിൻ സെല്ലുലോസ് ബാഗ് എന്നാണ് ഇതിന്റെ പേര്. ഈ വിസ്കിൻ സെല്ലുലോസ് ബാഗിൽ നമ്മൾ പ്രോട്ടീൻ വെക്കും, അതിന്റെ പുറത്ത് ഔട്ട് സൈഡിൽ നമ്മൾ ഡ്രഗും വെക്കും, ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് വെക്കും. അങ്ങനെ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. എത്ര സമയം എന്നുണ്ടെങ്കിൽ അത്ര സമയം വരെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രഗ് എന്ത് ചെയ്യും, ഈ പ്രോട്ടീനുള്ള ബാഗിലേക്ക് പെനിട്രേറ്റ് ആവും. ഈ ഡ്രഗ് പ്രോട്ടീനുള്ള ബാഗിലേക്ക് പെനിട്രേറ്റ് ആവും. അതിന് കാരണം പ്രോട്ടീൻസ് മാക്രോമോളിക്യൂൾസ് ആണ്. അവയ്ക്ക് എന്താ പറയാ, ആ ബാഗ് പെനിട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തിട്ട് ഡ്രഗ് സൊല്യൂഷനിലേക്ക് വരാൻ പറ്റില്ല. ഡ്രഗ്സ് ആണെങ്കിൽ മൈക്രോമോളിക്യൂൾസ് ആണ്. അപ്പൊ അതിനെ ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് ഈ ബാഗിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു സമയം വരെ നമ്മൾ ഡയാലിസിസ് ചെയ്തു. ആ സമയം കഴിഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിസ്കിൻ സെല്ലുലോസ് ബാഗ് എടുക്കുക, എന്നിട്ട് അതിലുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ബൈൻഡ് ചെയ്ത് നമുക്കറിയാം, എടുത്ത ഡ്രഗ് കോൺസെൻട്രേഷൻ നമുക്കറിയാം. വിസ്കിൻ സെല്ലുലോസ് ബാഗിലുള്ള ഡ്രഗ് കോൺസെൻട്രേഷനും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ എത്ര ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കിട്ടിയോ? അപ്പൊ ഡയാലിസിസ് മെത്തേഡിൽ ഡയാലിസിസ് നടത്തുമ്പോൾ ഡ്രഗ് മോളിക്യൂൾസ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉള്ള ബാഗിൽസിക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവും. അങ്ങനെ അവിടെ ചെന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് സെല്ലുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കുറയും, പക്ഷെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബാഗിന്റെ ഉള്ളിലുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ അത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺബൗണ്ട് ആവാത്ത ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈസിയാണ് ഇക്വിലിബ്രിയം ഡയാലിസിസ് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ ഒരു ഇൻകൺവീനിയൻസ് പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ ഡൈനാമിക് ഡയാലിസിസ് മെത്തേഡ് ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേറ്റ് ലോ വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ ഡ്രഗ് അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് പ്രോട്ടീൻ ബൈൻഡിങ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതും ഡയാലിസിസ് മെത്തേഡ് ആണ്. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്നത് റേറ്റ്സ് ലോ വെച്ചിട്ടാണ്. റേറ്റ് ലോ ഇസ് ഈക്വൽ ടു dt ഡിവൈഡ് ബൈ dt ഇസ് ഈക്വൽ ടു kdf. ഇതിലെ കോൺസെൻട്രേഷൻ ഓഫ് d എന്ന് പറയുന്നത് ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്, ദെൻ df എന്ന് പറയുന്നത് ഫ്രീ ഡ്രഗ്. ഓക്കെ, k എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ അപ്പാരറ്റസിന്റെ അതേപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതില് ഡയാലിസിസ് ബാഗിന്റെ ഉള്ളിൽ വെക്കുന്നത്, നമ്മൾ ഇക്വിലിബ്രിയം ഡയാലിസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നത് പ്രോട്ടീൻ ആണ്. പക്ഷെ ഇവിടെ ഡയാലിസിസ് ബാഗിൽ വെക്കുന്നത് ഡ്രഗ്, ഒന്നെങ്കിൽ ഡ്രഗും അല്ലെങ്കിൽ ഡ്രഗും പ്രോട്ടീനും ആയിട്ടുള്ള കോംപ്ലക്സ്, ഡ്രഗ് പ്രോട്ടീൻ സൊല്യൂഷൻ ആയിരിക്കണം. ഡയാലിസിസ് ബാഗിൽ വെക്കുന്നത് ഒന്നെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ ഡ്രഗ് പ്രോട്ടീൻ കോംപ്ലക്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഔട്ട്സൈഡിൽ വെച്ചിരിക്കുന്നത് ബഫർ ആണ്. മറ്റേതിൽ നമ്മൾ ഔട്ട്സൈഡ് വെച്ചിരിക്കുന്നത് ഡ്രഗ് ആയിരുന്നു, പക്ഷെ ഇതിലെ ഔട്ട്സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ബഫർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതില് എപ്പോഴും ഡ്രഗ് മോളിക്യൂൾ ആണ് പോകുന്നത്. അപ്പൊ ഡയാലിസിസ് ബാഗിലുള്ള ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് എന്ത് ചെയ്യും, ഈ ഔട്ട്സൈഡിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് ഔട്ട്സൈഡിലുള്ള ബഫറിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഓരോ 5-10 മിനിറ്റിന് ശേഷം
ഈ ബഫർ സൊല്യൂഷൻസ് നമ്മൾ എടുക്കണം. 5-10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിന്ന് സാമ്പിൾ എടുക്കണം. ഈ പുറത്തത്തെ ഔട്ട്സൈഡിലുള്ള സൊല്യൂഷൻ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ എടുക്കുന്നതിനനുസരിച്ചിട്ട് ബഫർ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പൊ എടുത്തിട്ട് നമ്മൾ ആ ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള ഡ്രഗ് സൊല്യൂഷൻസ് ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഡൈനാമിക് ഡയാലിസിസിൽ ചെയ്യുന്നത്. അതായത് ഒരു അപ്പാർട്ടസ് ഉണ്ട്, ആ അപ്പാർട്ടസിന്റെ ഡയാലിസിസ് ബാഗിലാണെന്നുണ്ടെങ്കിൽ ഡ്രഗോ അല്ലെങ്കിൽ ഡ്രഗ് പ്രോട്ടീൻ സൊല്യൂഷനോ, പിന്നെ ഔട്ട്സൈഡ് സെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബഫർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡ്രഗ് ബഫർ സൊല്യൂഷനിലേക്ക് വരും. അങ്ങനെ ഇക്വിലിബ്രിയം ആവുന്നത് വരെ ആ ഡ്രഗ് ബഫർ സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ ടൈം ഇന്റർവെല്ലിലും 5-10 മിനിറ്റ് കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യണം, ഈ സൊല്യൂഷൻസ് എടുത്തിട്ട് അതിലെ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡൈനാമിക് ഡയാലിസിസ് മെത്തേഡ്. ഇത്രയൊക്കെയാണ് പ്രോട്ടീൻ ബൈൻഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? അപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞു, പ്രോട്ടീൻ ബൈൻഡിങ് എന്താന്ന് പറഞ്ഞു, അതിനുശേഷം അപ്ലിക്കേഷൻ പറഞ്ഞു, ദെൻ അതിന്റെ കൈനറ്റിക്സ് പറഞ്ഞു. കൈനറ്റിക്സിൽ നമ്മൾ ഒരു 4 ഗ്രാഫും കൂടി പറഞ്ഞു. ദെൻ അൺബോണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് പ്രോട്ടീൻ ബൈൻഡിങ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 4 കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.